അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. സമയം ഏകദേശം അർദ്ധരാത്രി 11:30 ബൈക്കിന്റെ സ്പീഡ് 100-ന് മുകളിൽ. വളവിലൂടെ ബൈക്ക് ചീറിപ്പാഞ്ഞു വന്നു. പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ. വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു. ടയറുകളുടെ കാറ്റ് പോകുന്നു. പെട്ടെന്ന് മിന്നൽ പോലൊരു സ്ത്രീരൂപം വഴിയരികിൽ. അത് അടുത്തേക്ക് നടന്നു വരുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് തങ്ങളിപ്പോൾ ഉള്ളത് സുമതി വളവിലാണ്. കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേതകഥകളിലെ നമ്മളെ പറഞ്ഞു പേടിപ്പിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണിത്. ശരിക്കും സുമതി വളവ് എന്ന് പറയുന്ന ഒരു വളവുണ്ട്. എന്നാൽ അവിടെ സുമതി ഉണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. പലരുടെയും അഭിപ്രായത്തിലും അനുഭവങ്ങളിലും സുമതി ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. ഇനി ശരിക്കും സുമതി ഉണ്ടാകുമോ? എന്നാണ് ഈ വളവിന് സുമതി എന്ന് പേര് വരാനുള്ള കാരണം? ആരായിരുന്നു സുമതി? തിരുവനന്തപുരത്ത് നിന്ന് പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട്. അതാണ് സുമതി വളവ്. ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കൊലപ്പെടുത്തിയ ഇടം. ഒരു വീട്ടുവേലക്കാരിയായിരുന്നു സുമതി. മുതലാളിയുടെ മകനെ മോഹിച്ച വേലക്കാരി. കരോട്ട് ഭാഗത്തായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം. കൊല്ലപ്പെടുമ്പോൾ 19-20 വയസ്സായിരുന്നു പ്രായം. വെളുത്ത വടിവൊത്ത ശരീരം, ഒത്ത പൊക്കം, കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന മുടി, കരിനീല കണ്ണുകൾ. സാമ്പത്തികമായി മെച്ചമല്ലാത്ത കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു സുമതി. അതുകൊണ്ട് അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. ചെറുപ്പക്കാരിയായ സുമതി ജോലിക്കിടയിലും പഠിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇതിനിടയിൽ താണു മുതലാളിയുടെ മകനായ രത്നാകരനുമായി സുമതി പ്രണയത്തിലായി. ആ 24-കാരനുമായി അവൾ പ്രണയത്തിലായതോടെയാണ് കഥകളുടെ തുടക്കം. ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. ആ അടുപ്പം വളർന്നു. വിവാഹം ചെയ്യാമെന്ന രത്നാകരന്റെ ഉറപ്പിന്റെ പേരിൽ സുമതി ഗർഭിണിയായി. എന്നാൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ രത്നാകരന്റെ മനസ്സ് മാറി, വാക്കുമാറി. പക്ഷെ തന്നെ വിവാഹം കഴിക്കണമെന്ന സുമതി നിർബന്ധവും തുടങ്ങി. ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ അരുംകൊല നടന്നത്. പാങ്ങോട് മധുര ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അരുംകൊല നടക്കുന്നത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. സമയം രാത്രി 10 മണിയോടടുത്തു. പാങ്ങോട് മധുര ദേവീ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്നു. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞാണ് രത്നാകരൻ തന്റെ അംബാസഡർ കാറിൽ സുമതിയെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ഒപ്പം രത്നാകരന്റെ സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു. വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലായിരുന്ന സുമതിയെ പറ്റിക്കാൻ അവർക്ക് എളുപ്പമായിരുന്നു. ഇത് വിശ്വസിച്ച സുമതി അവർക്കൊപ്പം നടന്നു. സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ആ കൊടുങ്കാട്ടിൽ അവളുടെ നിലവിളി ആര് കേൾക്കാൻ? പാവം പെൺകൊച്ചിന്റെ നിലവിളി ആരും കേട്ടില്ല. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചിഴച്ചു രത്നാകരനും കൂട്ടുകാരനും നടന്നു. പക്ഷെ രത്നാകരനും സുഹൃത്തിനും ഒരബദ്ധം പറ്റി. കാടെന്ന് ധരിച്ച അവർ ആ എസ് വളവിന്റെ റോഡിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത്. അവിടെ വെച്ച് തന്നെ അവളെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. പിന്നെ നടന്നത് കൊടും ക്രൂരത. രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു. വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ കൊല്ലല്ലേ എന്നും എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളൂ, ഒരിക്കലും തിരിച്ചു വരില്ലെന്നും അവൾ കരഞ്ഞു പറഞ്ഞു. പക്ഷെ കഴുത്തിൽ കത്തി താഴ്ന്നു. ചീറ്റിയൊഴുകിയ രക്തം കണ്ട് ഇരുവരും ഞെട്ടി. കഴുത്ത അറ്റുമാറാറായ നിലയിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓടി. അവിടെ ഏതോ മരത്തിൽ ചാരി വെച്ച നിലയിലായിരുന്നു ഈറ്റ വെട്ടാനെത്തിയ ആദിവാസികൾ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം കാണുന്നത്. സംഭവം കാട്ടുതീ പോലെ നാടാകെ പടർന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി. 15 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാവുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ആ വളവ് സുമതിയെ കൊന്ന വളവായി. പിന്നെ സുമതി വളവായി മാറി. പട്ടാപകൽ പോലും ആളുകൾ ആ റോഡിലൂടെ പോകാൻ ഭയന്നു. സുമതി വളവിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത ഇന്നും വിട്ടുപോയിട്ടില്ല. വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡരികിൽ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും പറയാറുണ്ട്.
പലപ്പോഴും റോഡിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാടുമൂടിയ ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായും പറയപ്പെടുന്നു. ഈ വളവിലൂടെ പോകുമ്പോൾ അസാധാരണമായി പലതും സംഭവിച്ചതായി പലരും പറയുന്നുണ്ട്. യഥാർത്ഥ സംഭവത്തിന്റെ ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകളും പ്രചരിക്കുന്നുണ്ട്. സുമതിയുടെ പ്രേതത്തിന്റെ മറവിൽ ഒരു കാലത്ത് ഇവിടം സാമൂഹ്യ വിരുദ്ധർ കേന്ദ്രമാക്കിയിരുന്നുവെന്ന് പോലീസും നാട്ടുകാരും പറയുന്നു. രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരിച്ചെടുക്കലായിരുന്നു ഇവരുടെ രീതി. റോഡിൽ അള്ളുവെച്ച് ടയർ പഞ്ചറാക്കിയും റോഡിന് കുറുകെ കമ്പി വലിച്ച് കെട്ടി ബൈക്ക് യാത്രക്കാരെ വീഴ്ത്തിയുമൊക്കെയായിരുന്നു കൊള്ള. ഇരകളിൽ ഭൂരിഭാഗവും നാണക്കേട് ഭയന്ന് സംഭവം പുറത്തു പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തിരുന്നില്ല. സുമതി വളവിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത ഇന്നും ബാക്കിയാണ്. ആ വളവിലൂടെ പോകുമ്പോൾ എന്താണ് ആൾക്കാർക്ക് സംഭവിക്കുന്നതെന്ന് ഇന്നും ആർക്കും നിശ്ചയമില്ല. ഇന്നും സുമതി എന്ന ആ പാവം പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്.